ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ എണീച്ചു കേട്ടോ. 5 മണി ആയതേ ഇല്ലു. ഇന്നെന്ത് കുളിച്ചിട്ടേന്ന് നിങ്ങൾ വിചാരിക്കണ്ട, ഞാൻ രാവിലെ കുളിച്ചു. എൻ്റെ മുടിക്കൊരു പ്രത്യേകതയുണ്ട് കേട്ടോ, വേഗം ഉണങ്ങും മുടി, അധികം സമയം എടുക്കില്ല. അങ്ങനെ കുളിച്ച് ഞാൻ ചായക്കെല്ലാം വെള്ളം വെച്ചിട്ട് ചോറിനുമില്ല വെള്ളം വെക്കുന്നു. നമുക്കിന്ന് അമ്പലത്തിൽ പോകാനുണ്ട് കേട്ടോ, ഭദ്രകാളിയിലെ 8 മണിക്കിൻ്റെ ബസ്സിന് നമുക്ക് പോകണം. അപ്പോൾ ചോറും കറിയെല്ലാം ആക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ എണീച്ചത്. അവിടെ പോയിട്ട് വരാൻ ചിലപ്പോൾ ലേറ്റ് ആയിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ചോറും കറിയിലാക്കിയിട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചത്. ആരും എണീച്ചിട്ടാട്ടോ, അച്ഛൻ മാത്രം എണീച്ചിട്ടുണ്ട്. അച്ഛനപ്പുറത്ത് മുറ്റടിച്ച് വരുന്നുണ്ടെന്ന് തോന്നുന്നു. 2 ദിവസമായിട്ടാണ് മഴ, രാവിലെ നല്ല മഴ പെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഈ വിറകെല്ലാം ഏകദേശം തണുപ്പ് പിടിച്ചതുകൊണ്ട് തന്നെ കത്തുന്നുണ്ടായിട്ടാണ്. ഞാനങ്ങനെ കത്തിച്ച് പോയതാണ്. ആ കാഞ്ഞങ്ങാടാണ് അമ്പലത്തിൽ പോകേണ്ടത്. അമ്പലം എന്ന് വെച്ചാൽ ഈ കണ്ണേറെടുക്കുന്ന സ്ഥലമാണ്. കുഞ്ഞളതായാലും വലിയവരതായാലും ഈ പ്രേതബാധ ഒഴിപ്പിക്കുന്ന അങ്ങനത്തെ സംഭവങ്ങളില്ലേ, അതാണ്. നമ്മൾ ഈ കുഞ്ഞൾ പ്രസവിച്ച പിന്നെ കുഞ്ഞൾ കുറച്ച് വലുതായ ശേഷം കണ്ണാറെടുക്കാൻ പോലുണ്ടായിരുന്നു. വീട്ടിലത്തെ 2 പിള്ളേരെ കണ്ണാറ് എടുക്കും പോയിട്ട്. അപ്പോൾ അവരാടുന്നൊരു നൂലും മന്ത്രിച്ചേരും, പിന്നെ നൂലെല്ലാവർക്കും തരും. അപ്പോൾ കണ്ണാറെടുക്കാമെന്ന് പറഞ്ഞാൽ പോകാൻ നിൽക്കുന്നു. കുറേ ആയിട്ട് കണ്ണാറെടുത്തിട്ട്, കുറേ ആയെന്ന് പറഞ്ഞാൽ കുറേ, എൻ്റെ അറിവിൽ കുറേ ആയെന്ന് തോന്നുന്നു കണ്ണാറെടുത്തിട്ടുള്ള. കണ്ണാറ് മാത്രമല്ല, അവർ ആടുന്നൊരു പിന്നെ അരിയില്ലേ, അരിയിൽ നോക്കിയിട്ട് നമ്മളെ കാര്യങ്ങളെല്ലാം പറയും. ഈ പ്രശ്നമെല്ലാം വെക്കുന്ന പോലെ തന്നെ, പക്ഷേ അവർ അരിയിൽ നോക്കിയിട്ട് പറയും. എനിക്ക് ഇതിലൊന്നും ഒരു വിശ്വാസമില്ലാത്ത ഒരാളാണ്ടായിരുന്നു. വിശ്വാസമില്ല എന്നല്ല, ഞാനിങ്ങനെ അന്ധമായിട്ട് വിശ്വസിക്കൂല ഒന്നിലും. ദൈവങ്ങളിലായാലും അതെ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലായാലും ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളല്ല. പക്ഷേ ഇവിടെ പോയിട്ട് ഫസ്റ്റ് ഇങ്ങനെ അരിയിൽ ഇവരിങ്ങനെ പറഞ്ഞ ശേഷം എനിക്ക് ഭയങ്കര ഒരു വിശ്വാസം. ഇങ്ങനെ അവർ കറക്റ്റ് എൻ്റെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിശ്വാസം. കണ്ണേറും അങ്ങനെ, കണ്ണേറ് എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ പിന്നെ കുറച്ച് ദിവസത്തേക്ക് പെപ്പൊക്കൊന്നും ഉണ്ടാവില്ല, നല്ലതായിരിക്കും. വീട്ടിൽ തന്നെ നല്ലൊരിതായിരിക്കും. അങ്ങനെ അപ്പം അരിയിൽ നോക്കണം എന്നില്ല, കുഞ്ഞിലെ കണ്ണേറ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമായിട്ട് പോകുന്ന രണ്ടാളും. ഞാനും അനിയത്തിയും പോകാനാണ് നിൽക്കുന്നത്. പിന്നീട് വീഡിയോയിലെടുക്ക് എടുക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ സമയം ഏടി ഉണ്ടായിട്ടാണ്. അതുകൊണ്ട് നമ്മൾ ചടപട ചായയൊക്കെ ആക്കിയിട്ട് പിള്ളേരെ വിളിച്ച് ചായയും കൊടുത്തിട്ട് അപ്പൊക്കെ നമ്മൾ അടുത്തുമ്പോൾ തന്നെ ഒരു ബസ് വരുന്നത്. അങ്ങനെ ബസ് കയറിക്ക് നേരെ വിട്ടു. ഈ സ്കൂൾ പിള്ളേരെ തിരക്കായിട്ടോ ബസ്സിൽ. അതല്ല അമ്പലത്തി ബസ്സെല്ലാം ഉണ്ട്, ശ്രദ്ധിക്കണം. ചില്ലറുണ്ട് ഇഷ്ടം പോലെ, അല്ല കോയനുണ്ട്. കുച്ചിപ്പിച്ചോണ്ടി വന്ന മനക്കറിയില്ല. കൂട്ടി അമ്പലം ഉണ്ടാകേണ്ട പ്രശ്നമില്ല. അപ്പോൾ അവിടെ ആരും ഉണ്ടായിട്ടാ നമ്മ എത്തിയത് ഒരു 8:30 ആ ടൈമാണ് നമ്മ എത്തിയത്. അപ്പോൾ അവർ പറഞ്ഞു പൂജ തുടങ്ങണമെങ്കിൽ 9:30 അതിന് ശേഷം ഇത് നോക്കൂ കണ്ണാറെടുക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് കണ്ണാറെടുക്കൽ, പറയൽ വലിയ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ്. നല്ല സ്ഥലമാണ് കേട്ടോ. ഇങ്ങനെ പ്രാവും പശുവും ഇങ്ങനൊരു ശരിക്കൊരു പാലക്കാട് അങ്ങോട്ടെല്ലാം കാണുന്നൊരു സംഭവമില്ലേ, അതില്ല, അതാണ് ശരിക്കും. നമ്മളാളാണ് കേട്ടോ ആഞ്ജനേയൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ദൈവമാണ്. അങ്ങനെ ഇപ്പോഴേ തുടങ്ങില്ലാറിനോടെ നമ്മൾ നേരെ ചായ കുടിക്കാൻ പോയി. നല്ല വടയും ചായയും, നല്ല ടേസ്റ്റ് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അപ്പം രണ്ടാളും ഒരു പ്ലേറ്റ് വട പറഞ്ഞു കേട്ടോ. പേപ്പക്ക് വട ഭയങ്കര ഇഷ്ടമാണ്. ഈ വീട് എനിക്ക് ഇഷ്ടമായി കേട്ടോ, നല്ല രസമുണ്ട്. ഒതുങ്ങിയ വീട്, ഇങ്ങനെ പണ്ടേത്തെ ഒരു ഇതില്ലേ, തുളസിത്തറിയും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ നേരെ നടന്നിട്ട് അമ്പലത്തിലേക്ക് എത്തിയിട്ടാണ്. അപ്പോൾ പൂജ തുടങ്ങിയിട്ടൊന്നും ഉണ്ടായിട്ടാണ്. അപ്പോൾ ഇവരെ വീട് ഇവിടെ, എന്നിട്ട് ഇവരെ വീട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ, ഈ അമ്പലത്തിൻ്റെ ഈ പരിസരത്ത് തന്നെ. അപ്പോൾ അവർ നോട്ടീസെല്ലാം കൊടുത്തു നവരാത്രിയിൽ പൂജയുണ്ട് എന്ന് പറഞ്ഞിട്ട്. പൂജയ്ക്ക് മുമ്പേ അവർ വേഗം കണ്ണേറ് നടത്തിയിട്ട്, ഇതാണ് സംഭവം, കണ്ണേറ് എടുക്കുന്നതാണ് ഇവർ. ഈ നിൽക്കുന്നവർ അച്ഛനാണ് ശരിക്കും ഇത് ചെയ്തുകൊണ്ടുണ്ടായത് തോന്നുന്നു. പിന്നെ അവർ മരിച്ചു, ഇതിനിടയ്ക്ക് അവർ മരിച്ചിട്ടുണ്ടായത്. അവർ മരിച്ച ശേഷം ഇപ്പോൾ ഇവർ ചെയ്യുന്ന കേട്ടോ. അതിൻ്റെ ഇടയിലൊരു സംഭവം ഉണ്ടായിനി. അവരെ മോനാണെന്നറിയില്ല, കുറേ പിള്ളേർ ചേച്ചി യൂട്യൂബ് എടുക്കുന്നതിലെന്നെല്ലാം പറഞ്ഞിട്ട് വേണ്ടി വേണ്ടി എന്നിട്ട് നവരാത്രി പൂജയ്ക്ക് വരണം, വന്നിട്ട് ഇതെല്ലാം എടുക്കണം എന്നെല്ലാം വ്ളോഗെല്ലാം ഇടണം എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോഴൊക്കെ ഭയങ്കര സന്തോഷം തോന്നിയിട്ട് കേട്ടോ, പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെ പറയുമ്പം. അങ്ങനെ നമ്മൾ ആ പൂജ തുടങ്ങാൻ കുറേ നേരം വെയിറ്റാക്കി. 9:30 ആവാനായി അത്രേ. ഇവർ രണ്ടാളും മേക്കിൽ ഭയങ്കര റിസ്ക്കുള്ള കാര്യമാണ്. അപ്പോൾ അപ്പുറത്ത് ശ്രീരാമൻ്റെ അടുത്ത് പൂജ തുടങ്ങി കേട്ടോ. ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ നല്ല രസമാണ് കേട്ടോ. ഇവർ പരിസരം കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആ ബാക്കിൽ കണ്ടത്തിൽ ഫുള്ളൊരു വയലറ്റ് പൂക്കളുണ്ടായിരുന്നു, നല്ല രസമുണ്ട് കാണാൻ. ആ സൈഡിലേക്കെല്ലാം ഇങ്ങനെ വൈക്കോലും പുല്ലെല്ലാം വെച്ചിട്ട്
പെപ്പയുടെ കയ്യിൽ കാണുന്ന ഈ ഒരു ഹനുമാൻ്റെ വിഗ്രഹം കണ്ട, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് കേട്ടോ. എനിക്ക് അപ്പോട്ടൻ ഉറപ്പിച്ച സമയം കൊണ്ടു തന്നെ എനിക്ക് ഹനുമാനെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അതിപ്പോൾ എൻ്റെ ബാഗിൽ കല്യാണം കഴിഞ്ഞിട്ട് കുറേ കാലം കഴിയുമ്പോൾ ഉണ്ടായിട്ടാ വീട്ടിൽ പൂജാമുറിയിലാണ്ടായി. അത് ഞാൻ ഇങ്ങോട്ട് എടുത്തു. ഇപ്പം ഒരു 3 കൊല്ലത്തിൻ്റെ അടുത്തായിട്ട് എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. പിന്നെ ഞാൻ എവിടെ പോകുമ്പോൾ ഇതെൻ്റെ കൈമേ ഉണ്ടാവും. ബാഗിലായാലും ബാഗിൽ, പേഴ്സിലാണെങ്കിൽ പേഴ്സിൽ. നിങ്ങൾ ഈ കാഞ്ഞങ്ങാട് ഏരിയയിലേക്ക് വരുന്നതാണെങ്കിൽ ഒട്ടുമിക്ക എല്ലാ സ്ഥലത്തും ഈ ഒരു ഫോട്ടോ കാണാൻ പറ്റും കേട്ടോ. ഞാൻ നിത്യാനന്ദ സ്വാമിയാണ്. നിത്യാനന്ദ കോട്ട നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ആക്കിയാൽ കാണാമായിരിക്കും നിത്യാനന്ദ കോട്ടയാണ്. അങ്ങനെ നമ്മൾ പൂജയെല്ലാം കഴിഞ്ഞ് പ്രസാദമെല്ലാം വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിള്ളേർക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വെള്ളം വാങ്ങാൻ കയറിയിട്ടായില്ല കേട്ടോ. ഇനി ബസ് കയറാൻ നടക്കണം. കണ്ണാറെടുക്കാൻ വന്നെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് അരിയിൽ ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ കാര്യങ്ങളെല്ലാം കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റി. അതിന് വലിയൊരു കാര്യം അത് അറിഞ്ഞപ്പോൾ പിന്നെ രണ്ടാൾക്കും ഭയങ്കര സമാധാനം. അങ്ങനെ നമ്മൾ നേരെ ബസ്സിൽ, അപ്പോൾ തന്നെ ബസ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ ബസ്സിൽ കയറി വൈകുന്നേരത്ത് നമ്മ രണ്ടാളിപ്പോൾ ഭയങ്കര തൂക്കികളാവുന്നുണ്ട്. കാണുന്നുണ്ട്, നമുക്ക് എന്നെ കാണുന്നുണ്ട്. വൈകുന്നേരത്ത് നമ്മൾ നീലേശ്വരം അല്ല കേട്ടോ ശരിക്കും ബസ് ഇറങ്ങിയത്. നമ്മൾ ഞാണിക്കടവാന്ന് ബസ് ഇറങ്ങിയത്. കഥ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ ഐസ്ക്രീം തിന്നാൻ വേണ്ടിയിട്ട് ഐസ്ക്രീം വാങ്ങാൻ കയറിയിട്ടായില്ലേ. ഇതിനൊക്കെ രണ്ടിനും ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇങ്ങനെ കാണുന്നവരോടെല്ലാം വർത്താനം പറയാം. ചച്ചാ അമ്മ എന്തെല്ലാം വിളിച്ചിട്ട് എന്തെല്ലോ വർത്താനം പറഞ്ഞിരിക്കും. പ്ലാൻ മാറ്റി നമ്മൾ പഞ്ചൂര വീട്ടിൽ പോകുമെന്ന് കഴിഞ്ഞപ്പോഴേക്ക് നല്ല വെയിലുണ്ട്. അതുകൊണ്ട് പറഞ്ഞ നമ്മ ഇപ്പാണ് ജീവിതം ആസ്വദിക്കുന്നല്ലോ അഞ്ചു. ഇപ്പം നല്ല വാങ്ങുണ്ട്. ഇപ്പം നമ്മൾ ആരെയും നോക്കലില്ല, ആക്കലുമില്ല. നമ്മളതായി നമ്മളെ ജീവിതമായി. രാവിലെ ഇറങ്ങുക, തുക്കുക, വീട്ടിലിറങ്ങുക. ആ പണിയെല്ലാം ആക്കിയിട്ട് രാവിലെ ചോറും കറിയും എല്ലാം ആക്കി വെച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. ഇപ്പം നല്ല സുഖമുണ്ട് നമ്മളെ ജീവിതം. നല്ല അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു മയിലിനെ കണ്ട് എന്ത് ഭംഗി കാണുന്നില്ലേ. പെപ്പാണ്ട മയിലിനാ നല്ല പീരിയുണ്ട് കേട്ടോ. കേസതാ കാണുന്നുണ്ടോ അറിയില്ല, എനക്കെന്നെ കാണുന്നില്ല വലിയ. എനിക്ക് ഈ കണ്ടത്തിൻ്റെ സൈഡിൽ ഈ ഒരു കൊടി കണ്ട നിങ്ങൾ ചുവപ്പിൻ്റെ, എനിക്കത് കാണാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. പച്ചരടക്ക് ചുവപ്പ് ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഇതേടെ പോയാലും എനിക്കത് ആ ഒരു കണ്ടത്തിൻ്റെ സൈഡിലുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ പെപ്പേരെ ഐസ്ക്രീം കുറച്ച് ഞാൻ മാറ്റിയിട്ടാ. എനിക്ക് ആ കൊടിനെ കാണിച്ചത് ശരിക്കുക നല്ല രസമില്ല കാണാൻ. പക്ഷേ പച്ചപ്പിൽ ഇത് അഞ്ചൂരെ കസിൻ്റെ വീടാണ് കേട്ടോ. സംഭവം ബസ് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാണ്ടുള്ള വീട്ടിൻ്റെ മുമ്പിൽ തന്നെ റോഡാണ്. പക്ഷെ റിക്ഷയ്ക്ക് പോയാലും എല്ലാം കറക്റ്റായി. പക്ഷെ നമ്മൾ ഇപ്പുറത്തേ വന്നതുകൊണ്ട് തന്നെ കുറച്ച് നടക്കേണ്ടി വന്നിട്ടുണ്ടായിനി. അങ്ങനെ എന്തെല്ലോ വർത്താനം പറഞ്ഞിട്ട് കുറേ നടന്നു. നല്ല വെയിലും ഉണ്ടായിട്ടായിരുന്നു. ഇവിടെ ഏതെല്ലോ കാട്ടിലാണ് കൂട്ടിയിട്ട് പോയി. എനിക്കറിയില്ല ശരിക്കും ഇല്ല വയ്യൊന്നും ഇല്ല. ഇപ്പം ആരും അങ്ങനെ പോക്കില്ലാന്ന് തോന്നിയില്ലല്ലോ. നല്ല കാട് പിടിച്ചിട്ടുണ്ടായിന്. എടുക്കാമെന്ന് പറഞ്ഞിട്ട് 2 ആൾ കൂട്ടാക്കിയിട്ട് കേട്ടാ. ഞാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് തന്നെ കണ്ണൻ അഞ്ചുനെ തല്ലുന്നു, പെപ്പ എന്നെ തല്ലുന്നു. എടുക്കണ്ട നമ്മ നടന്നോളൂ എന്ന് പറഞ്ഞിട്ട് വലിയ ബാല്യക്കാരെ കണക്കെ ആൺതുണയില്ലാണ്ട് വീട്ടിൽ നിന്ന് പോകണ്ടെന്നെല്ലാം പറയില്ല. നമുക്ക് ആൺതുണയുണ്ട് 2 ആൾ. നമുക്ക് എവിടെ വേണമെങ്കിൽ ധൈര്യത്തിൽ പോയപ്പുറം. ഇവർ നല്ലോണം നോക്കും നമ്മളെ. ഇവരുടെ വഴികാട്ടെ നമുക്ക് നമ്മൾ മുമ്പിൽ ഇടന്നോളാന്നെല്ലാം പറഞ്ഞിട്ട് വലിയ ആളെ പോകുന്നുണ്ട്. അപ്പം അങ്ങാ കാണുന്നതാണ് കേട്ടോ അഞ്ചൂര വീട്. അപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ സംഭവം വീട്ടിൽ പറഞ്ഞിട്ടാണ് വരുന്നുണ്ട് എന്നൊന്നും പറഞ്ഞിട്ടാണ്. രാവിലെ വീട്ടിൽ ചോറും കറിയും എല്ലാം ആക്കി വെച്ചിട്ടാണ് വന്നത്. അതുകൊണ്ട് നമുക്ക് വീട്ടിൽ പോയിട്ട് വലിയ പണിയൊന്നുമില്ല. അപ്പോൾ നമ്മ ഇങ്ങനെ പറഞ്ഞു വന്നാൽ ഇവിടെ പോയിട്ടെല്ലാം പോവാം, കുറച്ച് വൈകിട്ട് പോവാന്നെല്ലാം പറഞ്ഞാൽ ഇവിടെ പോവാന്ന് പ്ലാൻ ഇട്ടത്. ഉച്ചക്ക് ചോറിന് അപ്പോട്ടൻ അധികം ഉണ്ടാവില്ല. അപ്പോട്ടൻ ഹോട്ടലിലോടിയിട്ട് ഹോട്ടലിൽ നയിക്കും, അല്ലെങ്കിൽ ഞാൻ നിർബന്ധിച്ച് വിളിച്ചാലേ വീട്ടിലേക്ക് വരും. ലാലോട്ടൻ ഉച്ചക്ക് വരും. പക്ഷേ ഇന്ന് സ്പോർട്സ് ആയതുകൊണ്ട് സ്കൂളിൽ ചോറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. രാവിലെയാണ് ചോറും കറിയിലാക്കിയത് വെറുതെ രാത്രിത്തേക്ക് എടുക്കാതെ. അപ്പോൾ ഇന്ന് ഉച്ചക്ക് ചോറിന് ആരും ഉണ്ടാവില്ല. അപ്പോൾ നമ്മ പറഞ്ഞാൽ വൈകുന്നേരം പോവാം, ഇവിടുന്ന് ചോറെല്ലാം വെച്ചിട്ട് നമുക്ക് വൈകുന്നേരം പോവാം എന്നെല്ലാം പറഞ്ഞു. പിള്ളേർ അങ്ങനെ ഒച്ചയാക്കിയിട്ടാണ് വന്നേട്ടാ. അതുകൊണ്ട് തന്നെ അമ്മയുടെ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഒച്ച കേട്ടിട്ട് തന്നെ ബോംബൊക്കെ തന്നെ ഉണ്ട് സിറ്റ് ഔട്ടിൽ നിൽക്കുന്നു. അങ്ങനെ പോയി. പിന്നെ നല്ലൊരു സുഖമാണ്, കാരണം വെയിലത്ത് കിടന്നില്ല. ഞാൻ ഫുള്ള് തണുത്ത വെള്ളം അങ്ങനെ തന്നെ ഊരി കുടിച്ച്. പിള്ളേർ വന്നാട് കളിപ്പാട്ടത്തോട് കളിക്കാൻ തുടങ്ങി. കളിക്കാനല്ല, അടിയാന്ന് മെയിനായിട്ട്. ഇവർക്ക് പിന്നെ അടി കൂടലാണല്ലോ. ഞാൻ പെപ്പനെ ചീത്ത പറഞ്ഞിട്ട് കണ്ണ് തന്നെ തൂക്കി വെടി വെക്കുന്നതെന്ന് കാണുന്നു കേട്ടോ. ഇവരിങ്ങനെയാണ്, ഒരാളെ തൊട്ടാലും ഒരാൾ ചോദിക്കും. ആർക്കും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഏട്ടന് തോക്ക് കൊടുത്തിട്ടല്ല
എന്നോട് ചൊടിയാന്നതുകൊണ്ട്. വെയിലത്ത് നടന്നിട്ട് ഫുള്ള് ടാൻ അടിച്ചിട്ടുണ്ടാവും. ഒന്നാമത് എൻ്റെ ഓയിലി സ്കിന്നാണ്. കണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ ശരിക്കും ഓയിൽ കറക്റ്റ് തിരിയും. ഞാൻ ഈ മുഖത്താണെന്നൊന്നും ഇടലില്ല, ഈ സൺസ്ക്രീനോ അങ്ങനത്തെ ഒന്നും ഞാൻ ഇടലില്ല. ഇതാണ് ഇവരെ പരിപാടി കേട്ടോ. ഫുള്ള് വലിച്ചിടും, പക്ഷെ കളിക്കൂല. എല്ലാ വീട്ടിലും ഇങ്ങനെ ആയിരിക്കും ഏകദേശം അവസ്ഥ കേട്ടോ. അങ്ങനെ കളിച്ച് വർത്താലം പറഞ്ഞിട്ടാകുമ്പോൾ ചോറ് കഴിക്കേണ്ട സമയം. പെപ്പക്കും ചോറ് കൊടുത്തു, ഞാനും വെച്ചു. എല്ലാവരും നമ്മൾ ഹാളിൽ ഇരുന്നിട്ട് എല്ലാവരും വട്ടത്തിലിരുന്നിട്ട് വെച്ചു. കുറേ കഴിയുമ്പോൾ രാവിലെ എണീച്ചിട്ട് രണ്ടാളും 6 മണിയാകുമ്പോഴേക്ക് രണ്ടാളും എണീച്ചിനി. അപ്പോൾ നല്ല ഉറക്കം ഉറങ്ങി. ഉച്ചയാകുമ്പോൾ രണ്ടാളും ഉറങ്ങി. ഇവരുറങ്ങിയ തക്കം നോക്കിയിട്ട് ഞാനും അഞ്ചും പുറത്തിരുന്ന് ലേസ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കിന്നെ അങ്ങനെയുണ്ട്. കുറച്ച് കഴിയുമ്പോൾ എണീച്ച് കിട്ടാം വൈകുന്നേരം ആകുമ്പോൾ. അതാവും എന്തായാലും. ആരപ്പാങ്ങി നിന്നെ പാങ്ങില്ലേ? നിന്നെ നല്ല സുഖമുണ്ട്. നീ സുന്ദരനല്ലേ? നീ സുന്ദരനല്ലേ? ആ ഇവിടെ നോക്കണം, ഇത് ഈ ക്യാമറയിൽ. അപ്പം കണ്ണ് ഇടയാവും. ഇന്ന് പോകുന്നു. ബാക്കെടുക്ക്. ഒരു ഭയങ്കര സ്നേഹമാണ് കണ്ട. അടി കൂടും. രണ്ടാളെ മേത്തും കടിച്ചതിൻ്റെ പാടുണ്ട്. പെപ്പര മേത്തുകൊണ്ട് കണ്ണൻ്റെ മേത്തും അങ്ങോട്ടും ഇങ്ങോട്ടും കടിയോ അടിയോ ആണ് ഇവർ. പക്ഷെ ഇടയ്ക്ക് എനക്കെന്നെ ഭയങ്കര സന്തോഷം തോന്നുന്നു. രണ്ടാളെ ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര ഒത്തൊരുമയാണ്. ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകുന്നുണ്ടെങ്കിൽ രണ്ടാൾ ഒരുമിച്ചേ പോകും. അങ്ങനത്തെ എല്ലാം ഉണ്ട്. അങ്ങനെ വൈകുന്നേരം ഒരു 5 മണിയിലാകുമ്പോൾ നമ്മൾ മെല്ലെ ഇറങ്ങിയിട്ടാണ്. നമ്മൾ ഡ്രസ്സെല്ലാം ഇട്ട് കീഞ്ഞ് പിള്ളേരെയും കീച്ച് പോവാന്ന് പറഞ്ഞു. വണ്ടിയൊന്നും കിട്ടിച്ച. കുറേ ഓട്ടോറിക്ഷക്കാരെല്ലാം വിളിച്ചു. ലാലുവേട്ടന് സ്പോർട്സ് കഴിഞ്ഞിട്ട് അതുകൊണ്ട് കൂട്ടാൻ വരാൻ പറ്റില്ല. അപ്പോട്ടൻ റെയിൽവേ സ്റ്റേഷനിൽ ഓടുന്നതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ നേരെ ബസ്സിന് പോകാൻ തന്നെ തീരുമാനിച്ചു. ഇപ്പോൾ ബസ് ഉണ്ടോ ഒന്നും നമുക്കറിയില്ല. നമ്മൾ പോയി നോക്കാം, അല്ലെങ്കിൽ പോകുന്ന റിക്ഷയ്ക്ക് കൈ നട്ടിച്ച് പോവാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വന്ന വഴി തന്നെ വീണ്ടും പോവുകയെന്ന് കേട്ടോ. വഴി മാറടാറാ കൊമ്പില്ല. അമ്പിച്ചേരി പമ്പച്ചി ആക്കും നമ്മളാ. മമ്മൂട്ടിയാ. ഇത് സംഭവം നബിദിനത്തിൻ്റെ ഇതാന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനെ ഫുള്ള് ഇതെല്ലാം ഉണ്ടായി, ബൾബെല്ലാം തൂക്കിയിട്ട് ചെല്ലാം. ഇപ്പം ഫുള്ള കല വലിക്കുന്നുണ്ടായി. ഞാൻ നല്ല അടിയും കൊടുത്ത് കൈക്ക്. നമ്മൾ പോകുമ്പോൾ 2 ബസ് പോയിട്ടുണ്ടായിന്. ഇനി ബസ് 6:40. അപ്പം നമ്മൾ കിട്ടിയ റിക്ഷയ്ക്ക് കയറി. 5:45 അങ്ങനെ നമ്മൾ ബൈക്ക് ഇറങ്ങിയിട്ട് പീടികയിൽ പോയിട്ട് സാധനം എല്ലാം വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് നടന്നു. അപ്പോൾ ഈ കുഞ്ഞ് വ്ളോഗ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.